ഹായ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇത് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പം ട്രെൻഡ് ആകാൻ പോകുന്ന ഒരു ഫാബ്രിക്കാണ് ഇതും. മൽഷിംഫോൺ ഒക്കെ പോലെ തന്നെ ഇനി വരാൻ കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഫുൾ ഒരു ക്രോഷറ്റ് ഫാബ്രിക്കാണ്. ഇതിൽ ഫുള്ളും ഇങ്ങനെ ഒരു ഇതുണ്ട്. ഫുൾ നോക്കി ഹെവി ആയിട്ട് ഇങ്ങനെ ഒരു ലേസ് പോലത്തെ വർക്ക് പാറ്റേൺ. ഇത് ലേസ് അല്ല, എന്നാലും അതുപോലെയൊക്കെ നിൽക്കുന്നത്. അത് ഫുള്ളി അങ്ങനെയാണ്. ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് കാണാനും. ഇത് വീഡിയോയിൽ കാണുന്നതിലും കുറച്ചുകൂടെ നേരിട്ട് കാണുന്നതിൻ്റെ കളേഴ്സൊക്കെ കാണാനും ലുക്കൊക്കെ വരുന്നത് നേരിട്ട് കാണാനാണ്. താഴെ ഡാമനും ഒക്കെ ഫുൾ ഇങ്ങനെ ഒരു ക്രോഷറ്റ് ലേസിൻ്റെ വർക്കാണ് ഇതിൽ ഫുള്ള് പോയേക്കാം. ബാക്ക് പാനൽ ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് ബേസ് ഫാബ്രിക്കിലാണ് ഇതുണ്ട്. നല്ലൊരു പ്രീമിയം, ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളൂല. ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഗെറ്റപ്പിൽ തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ട ഒരു ഫാബ്രിക് തന്നെയാണ്. അടുത്ത അതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ലെമണിഷ് യെല്ലോ കളർ ഷെയ്ഡാണ്. നല്ലൊരു പ്രീമിയം സ്റ്റൈലാണ് കേട്ടോ. അതുകൊണ്ട് കണ്ടോ താഴെ ഭാഗത്തും പ്രീമിയം ലേസ് ബോർഡറാണ്. അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മിൻറ്റ് ഗ്രീൻ, ഡാർക്ക് മിൻറ്റ് ഗ്രീൻ ആണ്. ചിലപ്പം വീഡിയോയിൽ ഇതിന് നല്ല കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണും. എപ്പോഴും ഇങ്ങനത്തെ കളേഴ്സ് വീഡിയോയിൽ വരുമ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. ബട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ആൻഡ് ഫൈനലി ഈ ഒരു കളറാണ് വരുന്നത്. ഒരു ഓക്കിഡ് ലെവൻഡർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ലാസ്റ്റ്. സോ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഫുള്ളും ഒരു ക്രോഷറ്റ് ലേസ് വർക്ക് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ക്രോഷറ്റ് സിൽക്ക് തന്നെ നമുക്ക് പറയാം. അങ്ങനെയാണ് എൻ്റെ ഡീലേഴ്സ് നമുക്ക് തന്നിരിക്കുന്നതും. നല്ല ഹെവിയാണ്, വളരെ പ്രീമിയം സ്റ്റൈൽ ആൻഡ് ഒരു യുണീക്ക് പാറ്റേണുമാണ്. നമ്മൾ എപ്പോഴും കാണുന്നതൊന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ. ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്ന ഒരു പാർട്ടി വിയർ സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ് ഷിഫോൺ അല്ല, എന്നാൽ ഷിഫോണൊക്കെ പോലെ തന്നെ കിടക്കും. അതിലൊരു ത്രെഡ് വീവിങ്ങും ഇതുണ്ട്. ചെറിയൊരു ആ ടോപ്പിന് മാച്ചിങ് ആവുന്ന രീതിയിൽ വേണമല്ലോ ഇതിൻ്റെ വർക്ക്. വളരെ ലൈറ്റ് ആയി പോയാൽ ദുപ്പട്ടയും കൊണ്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ദുപ്പട്ട അതിൻ്റെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെറിയൊരു കൈൻഡ് ഓഫ് ലേസ് ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ചെറിയ ഗോൾഡൻ വർക്ക്സ് വരുന്നുണ്ട്. പ്യൂർ ആയിട്ട് തന്നെ വരുന്നൊരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കാം. ഇതിൽ ബോട്ടം മാത്രമല്ല ഇന്നറും ഉണ്ട്. അതും പ്യൂർ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. അതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു ടോണാണ് വരുന്നത്. ഒരു ലൈലാക്ക് ലാവൻഡറിന്റെ ഒരു ബ്ലെൻഡ് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈലാണ് ഇത് വന്നിരിക്കുന്നത്. ഫുൾ ഈ ഒരു ക്രോഷറ്റ് ഫാബ്രിക്കും കൊണ്ടാണ് ഇത് ചെയ്തേക്കുക. ബാക്ക് ഒരു സിൽക്ക് ബേസ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ആയിട്ടുള്ള ഒരു ഫാബ്രിക്. ബോട്ടം ആൻഡ് ഇന്നറും പ്യുവർ ഫാബ്രിക്. 1495 പ്രൈസ്. സോ ഇത് വന്നിരിക്കുന്നത് കോറലാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ കുറച്ചും കൂടെ ഒരു ടസ്റ്റി ഫിനിഷിലായിരിക്കും നിങ്ങളിത് കാണുക. ടസ്റ്റി അല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നാലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്. വീഡിയോയിൽ അതൊന്നും ചില കളേഴ്സ് അത്ര ഭംഗി വരില്ല, ബട്ട് എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ്. ഇതാണ് അടുത്ത കളറിൻ്റെ ലുക്ക്. സോ അതിലെ ലാസ്റ്റ് കളർ ഈ ഒരു നല്ല ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് മിൻറ്റ് ഗ്രീൻ ആണ്. ഇതും കുറച്ചും കൂടെ ബ്രൈഡൽ കളർ ഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാലും. ഒരു വെറൈറ്റിയാണ്. ബ്ലൂ അല്ല, വീഡിയോയിൽ ബ്ലൂ ആയിട്ടായിരിക്കും. ബ്ലൂ അല്ല, ഒരു ഗ്രീൻ ബേസ് ആയിട്ടുള്ള മിൻറ്റ് ഗ്രീൻ്റെ ഒരു ബേസ് ആണ് ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് വരുന്നുള്ളൂ. പുതിയൊരു ഫാബ്രിക് ആണ്. താങ്ക് യു.